ഇയർബഡ്സിൻ്റെ അമിത ഉപയോഗം കാരണം പേഷ്യൻസ് കണ്ടമാനം ഓർക്കിഡ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർബഡ്സ് നമ്മളിട്ട് തിരികുമ്പോൾ ഇത് അതിനുള്ളിലെ സ്കിന്നിനെ മെല്ലെ തന്നെ ചർമ്മം എടുത്ത് കളയും. അപ്പോൾ നിങ്ങൾ മിക്കവാറും എടുത്ത് കിട്ടുന്നത് വാക്സ് അല്ലായിരിക്കും, അത് ഉണങ്ങിയ ചർമ്മമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൽ ഇൻഫെക്ഷൻ പറ്റും. ഇനി അപ്പോൾ നമ്മൾ ഇയർബഡ്സ് യൂസ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ പറയും അത് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചൊറിച്ചിലാണെന്നുള്ളത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു തവണ നമ്മൾ ചെവിയിൽ ഇയർബഡ്സ് ഇട്ട് എന്തെങ്കിലും എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന്, അത് ചൊറിച്ചിൽ കാരണമായിരിക്കും ഇടുന്നത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചൊറിച്ചിൽ ഒരിക്കലും നിൽക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇടാതിരുന്നാൽ തന്നെയാണ് ചൊറിച്ചിൽ ഉണ്ടാവാതിരിക്കുള്ളൂ. ചൊറിച്ചിൽ വരുമ്പോൾ ഡോക്ടർ വന്ന് കണ്ട് അതിൻ്റേതായ മരുന്നുകൾ ഡ്രോപ്സ് വെച്ച് തന്നെ അത് മാറും. അല്ലാതെ അത് പിന്നെയും ഇട്ട് കഴിഞ്ഞാൽ ആ ചർമ്മം പോരെയും പിന്നെ അത് ഇൻഫെക്ഷൻ ആവും, പിന്നെ അതിന് വേറെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നല്ലൊരു ചർമ്മം വരാനായിട്ട് കുറച്ച് മാസങ്ങളുടെ ടൈം തന്നെ എടുക്കും. ആ സമയത്തിനുള്ളിൽ ഇയർബഡ്സ് യൂസ് ചെയ്യാതിരിക്കുക. ഇനി വേറൊരു പ്രശ്നം, ഇയർബഡ്സ് ഇടുമ്പോൾ പുറത്തുണ്ടാകുന്ന ആ വാക്സ് ചിലപ്പോൾ ഉള്ളിലേക്ക് കയറിപ്പോവും. അപ്പോൾ അത് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വേറെ, അത് കാരണം കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ടാവും. അപ്പോൾ അധികം ആൾക്കാർ ഉപയോഗിക്കുന്ന ഇയർബഡ്സ് എല്ലാ ദിവസവും ഇടുന്ന ഒരു പ്രവണത അത് ഒഴിവാക്കുക.